നരിവേട്ട കണ്ടതിന് ശേഷം മനസ്സിൽ ഒരു ചിന്ത ഉറച്ചു നിൽക്കും. ഈ സിനിമയില്ലാതെ ടൊവിനോയുടെ കരിയർ പൂർണ്ണമാകില്ലായിരുന്നു. ഇത് ടൊവിനോയുടെ സിനിമ. നരിവേട്ട ഒരു സിനിമ കണ്ടതായി മാത്രമല്ല, ഒരു അനുഭവം കഴിഞ്ഞു എന്ന തോന്നലാണ് നൽകിയത്. ഇത് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. സംവിധായകൻ മുന്നേ പറഞ്ഞിരുന്നു ഇതൊരു ടൊവിനോ സിനിമയാണ്. അനുരാജ് മനോഹർ തന്റെ ഡയറക്ടോറിയൽ കുതിപ്പ് അത്യധികം ശ്രദ്ധയോടെ തന്നെ നടത്തിയിരിക്കുന്നു. സംവിധാനം പുതുമയും ധൈര്യവുമുള്ള ഒരു സമീപനം. ടൊവിനോയെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു. ക്യാമറയുടെ ഭാഷയും ആധികാരികമായ പശ്ചാത്തലവും സിനിമയെ കൂടുതൽ ശക്തമാക്കുന്നു. നരിവേട്ട ഒരിക്കലും ഒരു സാധാരണ സിനിമയല്ല, ഒരു ത്രില്ലർ പോലെ പുറത്തുനിന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അതിലപ്പുറമാണ്. നരിവേട്ട ഒരു വിധത്തിൽ നമ്മൾ കാണാതിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് കണ്ണു തുറപ്പിക്കുന്നത്. സമൂഹം എങ്ങനെ ചിലരെ വേട്ടയാടുന്നു, അവരുടെ മേൽ കുറ്റം ചുമത്തുന്നു. എന്നാൽ അക്കാലങ്ങളിൽ അതിനെതിരെ നിലകൊള്ളാൻ ആരുണ്ടായിരുന്നു? അതാണ് ടൊവിനോ കഥാപാത്രത്തിലൂടെ നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനം ഷൈൻ ചെയ്യാൻ സംവിധായകൻ അവസരം കൊടുത്തു. അതാണ് വലിയൊരു വിജയം. ആ കഥാപാത്രം സിനിമയുടെ സോൾ ആണെന്ന് തന്നെ പറയാം.